ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാരീസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലൂവർ മ്യൂസിയത്തിലാണ്. ഈ ലൂവർ മ്യൂസിയം ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ ആർട്ട് മ്യൂസിയമാണ്. പണ്ട് മുതലേ കേട്ടിട്ടുള്ള മൊണാലിസയുടെ പെയിന്റിംഗ് ഒക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാട്ടോ. ഞാൻ ഈ മ്യൂസിയം തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ എനിക്ക് ആ മൊണാലിസയുടെ പെയിന്റിംഗ് ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ആട്ടോ ഇപ്പോഴും എൻട്രി ചെയ്യാൻ വേണ്ടി ബെറ്റർ. കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വരും. നിങ്ങൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും അവിടെ ചെന്നിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാട്ടോ ചെയ്തത്. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ്. 22 യൂറോ ആട്ടോ നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അകത്ത് കയറിട്ടോ. ഇനി നമുക്കിവിടെ ലോക്കർ റൂം ഉണ്ട്. നമ്മൾ ബാഗൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മ്യൂസിയം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ഫെസിലിറ്റി അലോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ആ ലോക്കറിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗോ കാര്യങ്ങളോ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് മ്യൂസിയം ചുറ്റി കാണാവുന്നതാണ്. ഒത്തിരി വലുതാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാഗൊക്കെ ആയിട്ട് നടന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫ്രീ ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മ്യൂസിയം ഉള്ളത് ലൂവർ പാലസിലാണ് കേട്ടോ. ഈ ലൂവർ പാലസ് ബിൽഡ് ചെയ്തത് ലേറ്റ് 12th to 13th സെഞ്ചുറിയിലാണ്. ഫിലിപ്പ് സെക്കൻഡ് ആണ് ഇത് ബിൽഡ് ചെയ്തത്. 1546 ഫ്രാൻസിസ് ഒന്നാമൻ ഈ പാലസിനെ ഫ്രഞ്ച് കിങ്സിന്റെ പ്രൈമറി റെസിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിനുള്ള ശേഷമാണ് ഇതൊരു മ്യൂസിയം ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തത്. ഇനീഷ്യലി ഈ മ്യൂസിയത്തിൽ റോയൽ കളക്ഷൻസ് ആയിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയം. എവറി ഇയർ ഏകദേശം 10 മില്യൺ വിസിറ്റേഴ്സ് ആണ് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത്. ലൂവർ മ്യൂസിയത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി വലുതാട്ടോ. 5 ലക്ഷത്തിലധികം ഡിഫറെന്റ് കളക്ഷൻസ് ഉണ്ട് ലൂവർ മ്യൂസിയത്തിൽ. അതിൽ 35,000 കളക്ഷൻസ് മാത്രമാണ് അവരിവിടെ നമുക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഈ മ്യൂസിയം ഒത്തിരി വലുതാട്ടോ. നമ്മൾ ഒരു പീസിൽ 30 സെക്കൻഡ് വെച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് മാസങ്ങളെടുക്കും ഈ മ്യൂസിയം മൊത്തം കണ്ടു കഴിയാൻ വേണ്ടിയിട്ട്.
ഇത്ര ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായോ? മൊണാലിസയുടെ പെയിന്റിംഗ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഈ മ്യൂസിയത്തിന്റെ പല ഭാഗങ്ങളിൽ പോയെങ്കിലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈ മൊണാലിസയുടെ പെയിന്റിംഗ് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. ഇത് ലോകത്തിലെ തന്നെ മോസ്റ്റ് ഐക്കോണിക് പെയിന്റിംഗ് ആണ്. ലെനാർഡോ ഡാവിഞ്ചിയാണ് ഇത് പെയിന്റ് ചെയ്തത്. എറൗണ്ട് 1503-നും 1506-നും ഇടയ്ക്കാണ് ഈ മാസ്റ്റർ പീസ് ലെനാർഡോ ഡാവിഞ്ചി പെയിന്റ് ചെയ്തത്. ഈ പെയിന്റിങ്ങിന് ഒരു അഡ്വഞ്ചർ സ്റ്റോറി തന്നെയുണ്ട് കേട്ടോ. കിങ് ഫ്രാൻസിസ് ഫസ്റ്റ് ഓഫ് ഫ്രാൻസ് 16-ാം സെഞ്ചുറിയിലാണ് ഈ പെയിന്റിങ് റോയൽ ഫ്രഞ്ച് കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. 1911-ൽ ഒരു ഇറ്റാലിയൻ ഹാൻഡിമാൻ ഈ മൊണാലിസയുടെ പെയിന്റിങ് മോഷ്ടിച്ചു. കാരണം ആ ഇറ്റാലിയൻ ഹാൻഡിമാൻ ഈ പെയിന്റിങ് തിരിച്ച് ഇറ്റലിയിൽ എത്തണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. 2 വർഷത്തിന് ശേഷം ഈ പെയിന്റിങ് റിക്കവർ ചെയ്യുകയും തിരിച്ച് ഈ ലൂവർ മ്യൂസിയത്തിൽ എത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് വേൾഡ് വാർ 2 സർവൈവ് ചെയ്തു. ഇപ്പൊ മൊണാലിസയുടെ പെയിന്റിംഗ് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ഗ്ലാസ് കേസിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡാമേജിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കും. Que al pasar me va a ver hasta por detrás.
അപ്പൊ എല്ലാവർക്കും ഈ ലൂവർ മ്യൂസിയത്തിലെ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.